ആണ്. നാം വിതയ്ക്കേണ്ടത് വിത്ത് യഥാർത്ഥ വിത്തായിരിക്കണം. അതാണ് കർത്താവായ യേശുക്രിസ്തുവാകുന്ന വചനമാകുന്ന വിത്ത്. ഇനി 1 കൊരിന്ത്യർ 1:21 മുതൽ 23 വരെ വായിച്ചാൽ ദൈവത്തിന്റെ 1 കൊരിന്ത്യർ 1:21 മുതൽ 20. ഞാൻ അദ്ദേഹം വായിക്കുന്നത് ശരിയാണെങ്കിൽ ആരെങ്കിലും എഴുതുന്നവർ എഴുതട്ടെ എന്നുള്ള രീതിയിലാണ് വീണ്ടും പറയുന്നത്. അദ്ദേഹം വായിക്കുന്നത് ശരിയാണ്. 1 Corinthians chapter 1:21-23. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായതുകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇനിയും 2 കൊരിന്ത്യർ 11:2 മുതൽ 4 വരെ വായിച്ചാട്ട്. 2 കൊരിന്ത്യർ 11:2 മുതൽ 4 വരെ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വായിച്ചാൽ ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ അനദർ ജീസസ്, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും, അനദർ സ്പിരിറ്റ്, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പോൾ ഇന്ന് മാത്രമല്ല, ആദിമകാലത്ത് തന്നെ മറ്റൊരു യേശു, മറ്റൊരാത്മാവ്, മറ്റൊരു സുവിശേഷം അന്നും പ്രവർത്തിക്കുന്നുണ്ട്, ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയണം. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് കൊണ്ട് അത് ശരിയായ യേശു ആണെന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വന്നാട്ട് ഏഴാം അധ്യായത്തിന്റെ 21 മുതൽ വായിച്ചാട്ട്. എന്നോട് മത്തായി സുവിശേഷം 7:21 മുതൽ 23 വരെ. മാത്യു ചാപ്റ്റർ 7:21-23. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്ത് പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് ഞാൻ തീർത്ത് പറയും. അപ്പോൾ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടല്ല ഒരാൾ പറയുന്ന ക്രിസ്തു യഥാർത്ഥ ക്രിസ്തു എന്ന് തീരുമാനിക്കുന്നത്. കാരണം അനേക സ്ഥലങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ശബരിമലയിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, വേളാങ്കണ്ണിയിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, തിരുപ്പതിയിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഈ അത്ഭുതങ്ങൾ നടക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് ആരും ചിന്തിച്ചു പോകരുത്. ദൈവത്തിൻ്റെ വചനപ്രകാരം അത് മനസ്സിലാക്കി, ഏതാണ് എവിടാണെന്ന് മനസ്സിലാക്കി എങ്കിൽ മാത്രമേ ഒരു പറയുന്നതായ ക്രിസ്തു ശരിയായ ക്രിസ്തുവാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. എല്ലാവരും യേശുവിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നത് എങ്കിലും എല്ലാ യേശുവും യഥാർത്ഥ യേശു അല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് വേറൊരു യേശു, വേറൊരു സുവിശേഷം
വേറൊരാത്മാവ്. ഇത് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് അനേകരും അത്ഭുതങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് നാം അറിയാതെ ചിന്തിച്ചു പോകും. എല്ലാ ശക്തിയും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഈ വഞ്ചന ഈ കാലങ്ങളിൽ വളരെ വളരെ അധികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആരെയും നിങ്ങൾ ന്യായം വിധിക്കുവാനല്ല നിങ്ങളോട് പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടെയും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയും ഓരോ ശുശ്രൂഷയെയും തൂക്കി നോക്കണം. എന്നിട്ട് തീരുമാനിക്കണം, ഇത് ദൈവത്തിൽ നിന്നാണോ അതോ വേറൊരു യേശുവിൽ നിന്നാണോ, വേറൊരാത്മാവിൽ നിന്നാണോ. ഇന്ന് വേറൊരാത്മാവിൻ്റെ പ്രവർത്തനം വളരെ 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 അധികമായി നടക്കുന്നുണ്ട്. ഞാൻ വചനത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് പിന്നെ ആ വചനത്തിലേക്ക് അനുഭവമായിട്ടുള്ളത് പറഞ്ഞിട്ട് വചനത്തിലേക്ക്, അതിൻ്റെ ആഴമായ വചനത്തിലേക്ക് പറയാനുണ്ട്. ചില 3-4 വർഷങ്ങൾക്ക് മുൻപെന്ന് തോന്നുന്നു, 4-5 വർഷങ്ങൾക്ക് മുൻപെന്ന് തോന്നുന്നു, ഞാൻ തിരുവല്ലായിൽ ഇരവിവേരുവിനടുത്ത്, ആ സ്ഥലത്തിൻ്റെ പേര് നെല്ലാട് എന്ന സ്ഥലത്ത് ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ ഒരു കർത്താവിൻ്റെ ദാസൻ, മാവേലിക്കര എന്നുള്ള ഒരു കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹം എന്നേക്കാൾ 12 വർഷം കൂടുതലായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ്. എന്നേക്കാൾ 10-12 വയസ്സ് 10-14 വയസ്സ് പ്രായമുണ്ട്. ശുശ്രൂഷയിൽ എന്നേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. ഞാൻ അദ്ദേഹത്തെ അച്ചായ എന്നാണ് വിളിക്കുന്നത്. മാവേലിക്ക എന്നുള്ള കർത്താവിൻ്റെ ദാസനാണ് അദ്ദേഹം. ഞാൻ അവിടെ വന്നപ്പോൾ ഒരു യോഗം നടത്തി കഴിഞ്ഞ് വന്നപ്പോൾ രാത്രിയിൽ 11 മണിക്ക് അവിടെ വന്നു. ഞാൻ താമസിക്കുന്നത്. എന്നോട് പറഞ്ഞു, ശ്യാമലൂട്ടി എന്നാണ് എന്നെ വിളിക്കുന്നത്, ശ്യാമലൂട്ടി എൻ്റെ ആത്മാവിനെ ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ചായൻ എന്തോ ആയി പറയുന്നത്? എൻ്റെ ആത്മാവിനെ, ഇല്ല ശ്യാമലൂട്ടി എൻ്റെ ആത്മാവിനെ ഒന്ന് പരിശോധിക്കണം. ഞാൻ പറഞ്ഞു, എന്താ അച്ചായൻ ഇങ്ങനെ പറയുന്നത്? പറഞ്ഞാൽ ഞാൻ 40 ദിവസം ഉപവാസം ഇരുന്നതിൻ്റെ ശേഷം എനിക്ക് വലിയ കൃപാവരം ലഭിച്ചു. തൊടുന്നവരെല്ലാം സൗഖ്യമാകുന്നു. ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ അവർ വരുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതുപോലെ യോഗങ്ങളിൽ ഇരിക്കുന്നവരുടെ വസ്ത്രങ്ങൾ നോക്കി അവരുടെ ഇന്നാർക്ക് നടുവേദനയാണ്, നെഞ്ചിന് വേദനയാണ് എനിക്ക് മനസ്സിലാകുന്നു. അതുപോലെ കാര്യങ്ങൾ നടക്കുന്നു. ഞാൻ പറഞ്ഞു, അത് എന്താണെന്ന് അങ്ങനെ നടക്കട്ടെ. പറഞ്ഞു, ഈ കഴിഞ്ഞ 2 മാസത്തിനകം ഒരുപാട് രൂപ കിട്ടി. ഞാൻ 2 ലക്ഷത്തിൽ കൂടുതൽ രൂപ ബാങ്കിലും ഇട്ടു. ആളുകൾ 10,000-ഉം 5,000-ത്തിൻ്റെ കെട്ടുകണക്കിനാണ് ഇടുന്നത്. സകല വന്നവർക്കെല്ലാം ആരും കൊടുത്തിനെങ്കിൽ 2 ലക്ഷം ഞാൻ ബാങ്കിലിട്ടു. ഞാൻ പറഞ്ഞാൽ നടക്കട്ടെ, അതിനെന്താണ്. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ഏതോ ഒരു ഇത് ശരിയാണോ തെറ്റാണോ, എൻ്റെ ആത്മാവിനെ ഒന്ന് പരിശോധിക്കണമെന്നാണ്. എന്നേക്കാൾ ശുശ്രൂഷയിൽ 12 വർഷം മുൻപുള്ള അദ്ദേഹമാണ്. എന്നാൽ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഇന്നും ജീവനോടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, എന്നാൽ അച്ചായനൊന്ന് ഇരിക്കെ. ഞാനൊന്ന് കൈ വെച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൊന്ന് ഞെട്ടി. അപ്പം ഞാൻ പറഞ്ഞു, അച്ചായൻ ഉപവാസം ഇരുന്നത് എന്തിനു വേണ്ടിയാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്ന് ഷൈൻ ചെയ്യാൻ ആഗ്രഹമുണ്ടായി. എൻ്റെ ശുശ്രൂഷയെ കർത്താവ് ഒന്ന് മാനിക്കണമേ, എന്നിൽ കൂടെ അത്ഭുതങ്ങൾ നടക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒന്ന്. പിന്നെ രണ്ടാമത്, ഉപവാസം ഇരുന്നപ്പോൾ ഏതെങ്കിലും തെറ്റുകൾ വല്ലതുമായിട്ട് വന്നുകൊണ്ട് പറഞ്ഞു. 37-ാമത്തെ ദിവസം 2 കർത്താവിൻ്റെ ദാസന്മാർ വന്ന് എന്നോട് ചോദിച്ചു, വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ? ഞാൻ പറഞ്ഞു, അവരോട് വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ, എന്നാൽ ഞാൻ വൈകിട്ട് ഓരോ ദിവസവും ഓരോ ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിക്കുമെന്നാണ്. കഞ്ഞി കുടിക്കുകയല്ല, കഞ്ഞിവെള്ളം കുടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ചായൻ അത് ഏറ്റു പറയാനുള്ള പ്രയാസമൊന്നുമില്ല. ഇല്ല, ഞാൻ മൈക്ക് വെച്ച് ഏറ്റു പറയാമെന്ന്. കഴിഞ്ഞ് 37-ാമത്തെ ദിവസവും 2 പേര് വന്നു. അവർ വന്ന് ഇത് ചോദിച്ചു, വെള്ളം മാത്രമേ കുടിക്കൂ. അവരോട് ഇങ്ങനെ ഞാൻ വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് ഏറ്റു പറയാൻ ഒരുക്കമാണല്ലോ എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു, അച്ചായ ഇതൊരു അല്പം പ്രയാസമുള്ള കാര്യമാണ്, അച്ചായൻ വിശ്രമിക്കുക.
ഞാൻ പിന്നെ അത് വിലയേറിയ കർത്താവിൻ്റെ ദാസൻ, എന്നേക്കാൾ പ്രായമുള്ളതാണ്, 12 വർഷം ശുശ്രൂഷയുള്ള ഞാൻ അച്ചായൻ വിളിക്കാനുണ്ടെ കർത്താവെ പ്രസംഗിച്ച് ഞാൻ വളരെ ക്ഷീണിച്ചായിരുന്നെങ്കിൽ ഞാൻ രാത്രി അദ്ദേഹത്തെ വിശ്രമിക്കാനായി അടുത്ത മുറിയിലേക്ക് വിട്ടിട്ട് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിലുള്ള ആത്മാവ് ശരിയായ ആത്മാവല്ലായിരുന്നു. 4 മണിക്ക് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചു. ആ ശക്തി വെളിപ്പെട്ടു. നിലത്ത് കിടന്ന് ഉരുണ്ട് വരണ്ട് അരമണിക്കൂർ കൊണ്ട് പോരാടി ആ ശക്തി നിന്ന് വിടുതൽ പ്രാപിച്ചിട്ട് എന്നോട് കരഞ്ഞു പറയാൻ തുടങ്ങി, എനിക്ക് പരിശുദ്ധാത്മാവ് വേണം. ഞങ്ങളെല്ലാം ഏകദേശം ഒരു 3/4 മണിക്കൂർ നേരം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവ് എനിക്കിനി, അദ്ദേഹം പറയാൻ തുടങ്ങി, കർത്താവ് എനിക്കൊരു മഹത്വവും വേണ്ട, ഞാൻ മഹത്വം ആവശ്യിച്ച് എന്നോട് ക്ഷമിക്കണമേ കർത്താവ്, ഞാനൊന്നിനും യോഗ്യനല്ല. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ കർത്താവിൻ്റെ ദാസനെ കർത്താവ് ഏകദേശം 3/4 മണിക്കൂർ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് നൃത്തം ചെയ്തുകൊണ്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട്, കർത്താവ് എനിക്കൊരു ശുശ്രൂഷയും വേണ്ട, എന്നിൽ നീ പകർന്ന ഈ ആത്മാവിനെ ഞാൻ മരിക്കുന്നത് വരെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനിടയായി. നീ വല്ലതും തരികയാണെങ്കിൽ മതി കർത്താവ്. അപ്പോൾ ആ കർത്താവിൻ്റെ ദാസൻ പൂർണ്ണമായി വിടുതൽ പ്രാപിച്ചു. അപ്പോൾ താൻ ഉദ്ദേശിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ ആത്മാവിൻ്റെ കാര്യം പഠിപ്പിക്കുമ്പോൾ അത് കുറച്ചുകൂടെ പഠിപ്പിക്കാം. എങ്ങനെയാണ് ആത്മാവ് വന്ന് ഫെലോഷിപ്പ് നടത്തുന്ന വെളിയിലുള്ള ആത്മാവ്, അപ്പോൾ മനസ്സിലാവും. അദ്ദേഹത്തിൽ വന്ന് പരിശുദ്ധാത്മാവ് മാറി മറ്റൊരാത്മാവ് വന്നു യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടത്തുമ്പോഴും ജനങ്ങളെല്ലാം വിചാരിച്ചിരുന്ന ഏത് യേശു എന്നാണ് വിചാരിച്ചിരുന്നത്? യഥാർത്ഥ യേശു എന്നാണ്. അപ്പം ഇങ്ങനെയുള്ള ഇത് നമ്മുടെ കേരളത്തിൽ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. 2 വർഷം മുൻപ് ഞങ്ങളുടെ അടുക്കൽ ഒരു കൊട്ടാരക്കരയ്ക്ക് പുനലിനും ഇടയ്ക്ക് നിന്നുള്ളൊരു കർത്താവിൻ്റെ ദാസൻ, യൗവനക്കാരനായ ഒരു കർത്താവിൻ്റെ ദാസൻ ജമ്മു കാശ്മീരിൽ വന്നു. അത് ലക്നോയിൽ മീറ്റിംഗ് നടന്നതിന് ശേഷം ജമ്മു കാശ്മീരിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, കർത്താവ് എനിക്ക് വലിയ വിടുതലിൻ്റെ ശുശ്രൂഷ നൽകിയിട്ടുണ്ട്, ഞാൻ ആ വിടുതൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ്, നിങ്ങളുടെ യോഗങ്ങളിൽ ഞാൻ വന്ന് വചനം ശുശ്രൂഷിച്ച് ജനങ്ങൾക്ക് വിടുതൽ കൊടുക്കാൻ കർത്താവിനോട് പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ആട്ട് സഹോദര. അപ്പം അത് കഴിഞ്ഞ് അദ്ദേഹം വന്നതിൻ്റെ 4 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പഞ്ചാബിൽ അമൃത്സറിനടുത്ത് ഞങ്ങളുടെ ആ റീജിയനിലുള്ള, ഞങ്ങൾ ഈ പഞ്ചാബിൽ സഭകൾ, കർത്താവ് കൂടുതൽ സഭകൾ എഴുന്നേൽപ്പിച്ചതുകൊണ്ട് ഞങ്ങളുടെ ആനുവൽ കൺവെൻഷൻ ഒരു സ്ഥലത്തല്ല പല സ്ഥലങ്ങളിലാണ് എല്ലാവരും. അപ്പോൾ 2-3 സ്ഥലങ്ങളായിട്ടുണ്ട്. അപ്പം പഞ്ചാബിലെ ഈസ്റ്റേൺ റീജിയൻ്റെ ഭാഗത്തെ കൺവെൻഷൻ അമൃത്സറിൻ്റെ ആ പ്രദേശങ്ങളിലായിരുന്നു. അവിടെ രഷ്പാലിൻ്റെ സ്ഥലത്തിന് ഗരിയാല എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഞാൻ പറയും 4 ദിവസം അവിടെ കൺവെൻഷൻ ഉണ്ട്, അവിടെ പോകാം, അവിടെ ബ്രദർ ശുശ്രൂഷിച്ചാട്ട്. അപ്പോൾ അദ്ദേഹത്തോടിരുന്ന് പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടില്ല, ഞങ്ങൾ വളരെ ബിസി ആയിരുന്നതുകൊണ്ട്. അപ്പോൾ അവിടെ വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ 40 ദിവസം കൊല്ലത്ത് പാസ്റ്റർ സുരേഷ് ബാബുവും ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. അതിന് ശേഷം കർത്താവ് എനിക്കൊരു പ്രത്യേക വരം തന്നിട്ടുണ്ട്, രോഗശാന്തി വരവും കൈ വയ്ക്കുന്നവരുടെ മേലും ഞാൻ കൈ കാണിക്കുമ്പോഴേ പരിശുദ്ധാത്മാവ് ആളുടെ മേൽ വരുന്നുണ്ട്, അങ്ങനെ ഒരു വലിയൊരു ശുശ്രൂഷ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അതിനെ ഒന്നും ചോദ്യം ചെയ്യാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ. അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് എല്ലാവരും കൂടെ വന്ന് ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോഴേ പുള്ളിക്കാരൻ എൻ്റെ അടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് അപ്പോഴേ മനസ്സിലായി അദ്ദേഹത്തിലുള്ളതായ ആത്മാവ് ശരിയായ ആത്മാവല്ല, പഠിപ്പുള്ള BTH എടുത്ത കർത്താവിൻ്റെ ദാസനാണ്, യൗവനക്കാരനാണ്. ഞാൻ പറഞ്ഞു, ദുഷ്ടാത്മാവെ വെളിപ്പെടാൻ പറഞ്ഞു. 252 ആത്മാക്കളുമായി വന്നിരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൽ 252 ദുഷ്ടാത്മാവ് വ്യാപരിച്ചിരിക്കുകയായിരുന്നു. അപ്പം പറഞ്ഞു, എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നു, അവരോട് കൈ ഉയർത്താൻ പറയും. കൈ ഉയർത്തി പറയുമ്പോൾ ഞാൻ പുള്ളിക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വിരലുകളിൽ കൂടെയാണ് ഈ ദുഷ്ടാത്മാവ് മനുഷ്യരുടെ മേൽ അന്യഭാഷയായി വെളിപ്പെട്ടുകൊണ്ടിരുന്നത്. ഇത് രഹസ്യമായി നടന്നതല്ല. ഏകദേശം 1000-ഓളം ദൈവമക്കളും കുറഞ്ഞതൊരു 100-300 കർത്താവിൻ്റെ ദാസന്മാരുടെയും മധ്യത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സ്റ്റേജിൻ്റെ അടുക്കൽ നടന്ന സംഭവമാണ്. ഒടുവിൽ ഞാൻ അത് ആത്മാക്കളെ ശാസിച്ചതിന് ശേഷം ആ കർത്താവിനോട് സാറിനോട് ചോദിച്ചു, എന്താ കുഴപ്പമെന്നാണ്. എന്നോട്, എൻ്റെ ആത്മാവിനെ ഇതുവരെ ആരും കണ്ടുപിടിച്ചില്ല, നിങ്ങൾ മാത്രമേ ഇതുവരെ
കണ്ടുപിടിച്ചുള്ളൂ. ഞാൻ എത്തടുത്ത് പോയി ശുശ്രൂഷിച്ചിട്ട് വന്നു, എനിക്ക് തന്നെ പേടിയാകുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദരൻ, നിൻ്റെ ആഗ്രഹം എന്താ? ഈ ഷൈൻ ചെയ്യുന്ന ആഗ്രഹം അങ്ങ് വിട്ടിട്ട്, കർത്താവേ, നീ എന്നെ എങ്ങനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്യാമെങ്കിൽ നിനക്കിതിൽ നിന്ന് വിടുതലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിന്നാൽ പിന്നെ എൻ്റെ പേരെങ്ങനെ വരും? എൻ്റെ വരുമാനം എങ്ങനെ നടക്കും? എൻ്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ നടക്കും? ഞാൻ പറഞ്ഞു, സഹോദര, ഞങ്ങളോട് ഇനി താമസിക്കേണ്ട, സഹോദരൻ പൊയ്ക്കൊള്ളുകാൻ പറഞ്ഞു. അദ്ദേഹത്തെ യാത്ര അയക്കുവാനിടയായി. സഹോദര പോവുക എന്ന് പറഞ്ഞ് യാത്ര അയക്കുവാനിടയായി. എന്നാൽ അതേ സമയത്ത് അദ്ദേഹത്തെ വിടുവിച്ചില്ല. അതേ സമയത്ത് ആ സഹോദരൻ പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും വിടുതൽ ഉണ്ടായിരുന്നു. അദ്ദേഹം എടുത്ത വായിൽ നിന്ന് പറഞ്ഞ എന്താണ്? അന്നേരം എൻ്റെ പേരെങ്ങനെ വരും? എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? പ്രിയമുള്ള കർത്താവിൻ്റെ ദാസീദാസന്മാരെ, കർത്താവിൻ്റെ വേലയിൽ നിന്ന്, നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾക്കായി ലഭിക്കത്തക്ക പോലെ ഒരിക്കൽ പോലും ചിന്തിക്കരുത്. ചിന്തിച്ചാൽ വലിയ അപകടമാണ്, വലിയ അപകടമാണ്, വലിയ അപകടമാണ്. ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് പത്രോസിന്റെ ഹൃദയത്തിലൊരു ചിന്തയുണ്ടായിരുന്നു. ആ ചിന്ത പത്രോസിനെ എവിടെ വരെ കൊണ്ടുപോയെന്ന് നിങ്ങൾക്കറിയാമോ? വായിച്ചാട്ടെ, ആ ഭാഗങ്ങളൊന്ന് വായിച്ചാട്ടെ. 19 വരെ വായിച്ചാട്ടെ. യേശു അവനോട്, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളെല്ലാം സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇനിയും അപ്പോൾ പത്രോസിന് വെളിപ്പിയ ദർശനത്തെ കുറിച്ച് മനസ്സിലാവുന്നു. ഇനി അതിന്റെ 21 മുതൽ 21 വരെ വായിച്ചാട്ടെ. അന്നു മുതൽ യേശു താൻ യെരുസലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്കെങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്രേ കരുതുന്നതെന്ന് പറഞ്ഞു. ഞാൻ ആത്മാവും പ്രാണനും എന്നുള്ള വിഷയം ഒന്നുകൂടെ എടുത്ത് പഠിപ്പിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ വിവരിക്കാം. പത്രോസിന് നല്ല ദർശനം ലഭിച്ചപ്പോഴും അകത്തൊരാഗ്രഹം ഒളിഞ്ഞു കിടപ്പുണ്ട്, എനിക്ക് എന്ത് കിട്ടും? അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവേ, നിനക്കങ്ങനെ ഭവിക്കരുത്. നിനക്കങ്ങനെ ഭവിച്ചാൽ ഞങ്ങളെങ്ങനെ ആയിത്തീരും? അത് പറയുന്നത് 19-ാം അധ്യായത്തിലാണ്. എന്നാൽ ഈ ആഗ്രഹം എപ്പോഴാ കയറിയതെന്ന് അറിഞ്ഞുകൂടാ, എഴുതിയിട്ടില്ല. അത് പറയുന്നത് 19-ാം അധ്യായത്തിൽ. ഈ ആഗ്രഹം നേരത്തെ എന്തുണ്ട്? കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, കർത്താവേ, നിനക്കങ്ങനെ അരുത്. കർത്താവിനോടുള്ള വലിയ സ്നേഹം കൊണ്ടൊന്നും അല്ല, നമുക്ക് തോന്നിപ്പോവും വലിയ സ്നേഹം കൊണ്ടാണെന്ന്. എന്നാൽ കർത്താവ് ക്രൂശിൽ മരിച്ചാൽ സിംഹാസനത്തിലിരിക്കുന്ന എങ്ങനെ നടക്കും? ഈ ആഗ്രഹം അകത്ത് കിടപ്പുണ്ട്. ഈ ആഗ്രഹം കിടന്നുകൊണ്ട് പിന്നെന്താ സംഭവിച്ചത്? ഇനി മത്തായിയുടെ സുവിശേഷം 26-ന്റെ 31 മുതൽ 35 വരെ ഒന്ന് വായിച്ചാട്ട്. യേശു അവരോട്, മത്തായി 26-ന്റെ 31 മുതൽ 35 വരെ. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടയാലും ഞാൻ ഒരു നാൾ ഇടറുകയില്ല. യേശുവിനോട്, ഈ രാത്രിയിൽ കോഴി കൂവും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു പറഞ്ഞു. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പത്രോസ് അവനോട്. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ എന്ത് ചെയ്യില്ല, തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞ പത്രോസിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അറിയാവുന്ന സാത്താൻ, ഞാൻ ഇന്നലെ ആത്മാവിന്റെ ഫെലോഷിപ്പ് പറഞ്ഞല്ലോ, അവിടമായിട്ട് ആര് സമ്പർക്കം ചെയ്തുകൊണ്ടിരുന്നു? സാത്താൻ സമ്പർക്കം ചെയ്തുകൊണ്ടിരുന്നു. ഇനി അതിന്റെ 26-ന്റെ 69 മുതൽ 75 വരെ വായിച്ചാട്ട്.
26 69 മുതൽ 75 വരെ. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്തിരുന്നു. അവന്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു. നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. നീയും ഗലീലക്കാരനായ യേശുവിനോട് ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പറയുന്ന എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കുറച്ച് മണിക്കൂർ മുമ്പ് പറഞ്ഞ എന്താ, നിന്നോടുകൂടെ മരിക്കാനും ഒരുക്കമാണ് തള്ളി പറഞ്ഞു. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരു വ്യക്തി അവനെ കണ്ട അവിടെ ഉള്ളവരോട്, ഇവനും നസ്രാനായ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ എന്നെ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തള്ളി പറഞ്ഞു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്ന് പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. പ്രിയമുള്ളവരെ, ഇതെന്തുകൊണ്ടാ വന്നത്? കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കയറി കഴിഞ്ഞപ്പോൾ, പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായി, എൻ്റെ ആഗ്രഹം നടക്കുകയില്ല. ഈ അല്പ ആഗ്രഹം ഹൃദയത്തിൽ കിടന്നപ്പോഴാണ് വിരോധിയായ പ്രതിയോഗിയായി സാത്താൻ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കൈവശമാക്കുവാൻ. അപ്പോൾ പത്രോസിന്റെ ആത്മാവിനെ ആര് കൈവശമാക്കി? സാത്താൻ കൈവശമാക്കി. അവൻ എന്ത് ചെയ്തു? യേശുവിനെ തള്ളിപ്പറഞ്ഞു. പിന്നെ കർത്താവായ യേശു തിരിഞ്ഞു നോക്കി അവൻ പൊട്ടിക്കരയൊക്കെ ചെയ്തു. അവർ രണ്ടും നടക്കുകയാണ്. അനുതാപവും വരുന്നുണ്ട്, മറ്റേ ആഗ്രഹവും നടക്കുന്നുണ്ട്. ഇനി യോഹന്നാന്റെ സുവിശേഷം 21 2 മുതൽ 3 വരെ വായിച്ച 2-3 വായിച്ചാൽ. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനയിലെ നഥനയേലും സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവിടെ ആ ഭാഗം വായിച്ചു നോക്കിയാൽ ഒരു നേരത്തേക്ക് മീൻ പിടിക്കാൻ പോകുന്നല്ല, ഐ എം ഗോയിങ് ബാക്ക് ടു ദ ഫിഷിംഗ് ബിസിനസ് എന്നാണ് അതിന്റെ ശരിയായ ഗ്രീക്ക് ഭാഷയിൽ കൂടെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇത്രയും നാൾ 3.5 വർഷം പുറകെ നടന്നിട്ട് ഒന്നും കിട്ടിയില്ല. യേശുക്രിസ്തു ഉയർന്നെഴുന്നേറ്റു, എന്നിട്ട് യേശുക്രിസ്തു അവരോട് വരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുക. അപ്പൊ പത്രോസ് മനസ്സിലായി, ഇനി ഒന്നും കിട്ടാനും പോകുന്നില്ല, ഇനി എന്തിനു പോയിക്കൊള്ളാൻ, I'll go back to the fishing business. എന്നാൽ വീണ്ടും സ്നേഹവാനായ കർത്താവ് പത്രോസിനെ സന്ദർശിച്ചു. അതിന് 15 മുതൽ 17 വരെ വായിച്ചാൽ, അവർക്ക് മീനൊന്നും കിട്ടിയില്ല. നിങ്ങൾക്കറിയാമല്ലോ, കർത്താവിനോട് ഇന്നടുത്ത് വലയിറക്കി അവർക്ക് നിറച്ചു മീനെല്ലാം കിട്ടി. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗങ്ങൾ വായിക്കുന്നില്ല. അവർ പ്രാതൽ കഴിച്ച ശേഷം അവർക്ക് വേണ്ടി സ്നേഹത്തോടെ കർത്താവ് പ്രാതലെല്ലാം ഒരുക്കി വെച്ചു. പ്രാതലം കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മോനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. നീ എന്നെ അധികമായി സ്നേഹിക്കുന്നു. അവിടെ അഗാപ്പെ എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം. ഒരു പ്രതിഫലവും ഇച്ഛ കൂടാതെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ് ആദ്യത്തെ സ്നേഹത്തിന്റെ ചോദ്യം. അത് ഗ്രീക്കിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ അഗാപ്പെ ലവ്, ഒരു പ്രതിഫലവും കൂടാതെയുള്ള സ്നേഹം, അല്ലെങ്കിൽ ഒന്നും ലഭിക്കാതെ, അല്ലെ ഒന്നും എക്സ്പെക്ട് ചെയ്യാത്തുള്ളതായ സ്നേഹം നിന്നിലുണ്ടോ എന്ന് ചോദിച്ചാൽ പത്രോസ് എന്താ പറയുന്നത്? അതിന് അവൻ, കർത്താവേ, കർത്താവ് എന്ന് പറഞ്ഞു. എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നവൻ അവനോട് പറഞ്ഞു. പിന്നെ വീണ്ടും രണ്ടാമത് അവനോട്, യോഹന്നാന്റെ മോനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പൊ രണ്ടാമത് ചോദിച്ച ഫിലേയോ ലവ് ഗ്രീക്കിൽ നോക്കുമ്പോൾ അത് ചോദിക്കുന്നത്, അപ്പോൾ ചോദിക്കുന്നത്, നമ്മൾ ഈ 3.5 വർഷം ഒന്നിച്ച് താമസിച്ചല്ലോ, ആ സഹോദര സ്നേഹമെങ്കിലും നിനക്കുണ്ടോ? ദൈവസ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത് ചോദിക്കുന്ന, കുറഞ്ഞ് നമ്മൾ 3.5 വർഷം ഒന്നിച്ച് താമസിച്ചതാണല്ലോ, ആ സ്നേഹമെങ്കിലും നിനക്കുണ്ടോ എന്ന് ചോദിച്ചു. ഒരു സ്റ്റെപ്പ് കൂടെ ഇറങ്ങി. അതിനവൻ, കർത്താവ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്കുക എന്നവൻ അവനോട് പറഞ്ഞു. വീണ്ടും മൂന്നാമത് അവനോട്, യോഹന്നാന്റെ മോനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. അതേ സ്റ്റെപ്പാണ് ചോദിക്കുന്നത്. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കുകയിൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ, ആദ്യം കർത്താവ് ചോദിച്ചത് നിനക്ക് എന്നോടുള്ള അഗാപ്പേ സ്നേഹമുണ്ടോ? അത് കഴിഞ്ഞ് അതില്ല എങ്കിലും പത്രോസ് പറയുന്നത് ഉണ്ടെന്നാ പറയുന്നത്. രണ്ടാമത് കർത്താവ് പറഞ്ഞ, നമ്മൾ ഇത്രയും 3.5 വർഷം ഒന്നിച്ച് താമസിച്ച ആ സ്നേഹമെങ്കിലും ഉണ്ടോ? അതുപോലും ഇല്ല എന്നൊടുവിൽ പത്രോസ് എന്ത് ചെയ്തു? സമ്മതിച്ചു. കർത്താവേ, നീ സകലതും അറിയുന്നു. അവിടെയാണ് പത്രോസിന്റെ യഥാർത്ഥ മാനസാന്തരം ഉണ്ടായത്. യേശുവിനെ തള്ളി പറഞ്ഞു നോക്കിയപ്പം കരഞ്ഞുവെങ്കിലും ആഗ്രഹം എന്തായിരുന്നില്ല, അത് ഉപേക്ഷിച്ചിരുന്നില്ല.
എന്നാൽ ഒടുവിൽ എന്ത് ചെയ്തു? ആഗ്രഹം കൂടെ ഉപേക്ഷിച്ചു, പൂർണ്ണമായി സമർപ്പിച്ചു. അതേ പത്രോസിനെ തന്നെ കർത്താവ് വീണ്ടും ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നാം ഏതെങ്കിലും ആഗ്രഹത്തോടുകൂടെ കർത്താവിൻ്റെ വേലയിലാകുന്നുവെങ്കിൽ ആയിരക്കണക്കിന് ആത്മാക്കൾ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അഭിഷേകം തരാൻ. അത് മറന്നു പോകരുത്. ആയിരക്കണക്കിന് ആത്മാക്കൾ നിങ്ങൾക്ക് അഭിഷേകം തരാൻ കാത്തിരിക്കുന്നുണ്ട്. കർത്താവേ, നിന്റെ ഹിതപ്രകാരമുള്ള പാത്രമാക്കി എന്നെ തീർത്ത് നീ ആഗ്രഹിക്കുന്ന വേല ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ എന്ന് പറഞ്ഞാൽ അപകടമില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ സാത്താനും മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഇസ്കുരിയത്തെ യൂദായുടെ കാര്യം നോക്കാം. ഇസ്കുരിയത്തെ യൂദ ഒന്നിച്ചു കയറി പിടിച്ചതാണോ സാത്താൻ? യോഹന്നാന്റെ സുവിശേഷം 12:3 മുതൽ 6 വരെ വായിച്ചാൽ. യോഹന്നാന്റെ സുവിശേഷം 12:3 മുതൽ 6 വരെ. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തൽ എടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവന്റെ ശിഷ്യന്മാരിലൊരുത്തനായി അവനെ കാണിച്ചു കൊടുക്കുവാനുള്ള യൂദാ ഇസ്കറിയോത്താവ്, ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാതിരുന്ന എന്ത് എന്ന് പറഞ്ഞു. ഈ 300 വെള്ളിക്കാശിന് വിറ്റ് കൊടുക്കാൻ എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകിയാൽ അതിലിട്ട് എടുത്തു വന്നുകൊണ്ടും അത്രേ പറഞ്ഞത്. അപ്പൊ ഇസ്കറിയോത്ത യൂദായിക്ക് ഒരാഗ്രഹം, എന്ത് കിട്ടും? ഹല്ലേലൂയ. കർത്താവിൻ്റെ വിലയേറിയ ശ്രേഷ്ഠമേറിയ കർത്താവിൻ്റെ ദാസന്മാരെ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്കായിരിക്കുന്നു, എന്ത് കിട്ടും? മാനം കിട്ടുമോ, സ്ഥാനം കിട്ടുമോ എന്നുണ്ടെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ പുറകെ നടക്കുന്ന അനേകായിരം ആത്മാക്കളുണ്ട്. നിങ്ങൾക്ക് വേണ്ടതിൽ കൂടുതൽ നൽകാൻ ഉണ്ട്, സമൃദ്ധിയായി അനുഗ്രഹിക്കാൻ ഉണ്ട്. ഇനി അതിൻ്റെ 14 മുതൽ 16 വരെ വായിച്ചാൽ. 24 മത്തായി 26 14 മുതൽ 16 വരെ. 14 മുതൽ 16 വരെ. അന്ന് പന്തിരുവല്ലൊരുത്തനായ യൂദ ഇസ്കറിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു, നിങ്ങൾ എന്തു തരും, ഞാൻ അവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്ത് തരും, ഞാൻ അവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കി കൊടുത്തു. അന്നു മുതൽ അവനെ കാണിച്ചു കൊടുക്കാൻ അവൻ തക്കം അന്വേഷിച്ചു പോന്നു. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവനായ ഇസ്കറിയോത്ത യൂദ രോഗികളെ സൗഖ്യമാക്കിയ ആളാണോ? ഈ 2 പേരെ അയച്ചപ്പോൾ അവൻ എന്ത് ചെയ്തതാ? രോഗികളെ സൗഖ്യമാക്കിയവനാണ്. എങ്കിലും അവന്റെ ഉള്ളിൽ കിടന്നിരുന്നു, എനിക്ക് എന്ത് കിട്ടും? പ്രിയമുള്ളവരെ, അയോഗ്യരാകുന്ന നമ്മളെ കർത്താവ് തൻ്റെ വേലയ്ക്കായി രാജാക്കന്മാരായി നമ്മുടെ ഉള്ളിൽ പുതിയ മനുഷ്യനെ സൃഷ്ടിച്ച് റോയൽ ബ്ലഡ് നമ്മുടെ ഉള്ളിൽ തന്ന് നമ്മളെ രാജാക്കന്മാരാക്കിയിരിക്കുമ്പോൾ എന്ത് കിട്ടുമെന്നല്ല കർത്താവേ, നീ നിന്റെ ശരീരം മുഴുവൻ എനിക്ക് വേണ്ടി തന്നു, ഞാനിനി എന്ത് നിനക്ക് വേണ്ടി തരുവാൻ കഴിയും? ഒന്നും കിട്ടാനല്ല. ക്രിസ്തീയ മാർഗം എന്ന് പറഞ്ഞത് മേടിക്കാനല്ല, ലഭിക്കാനല്ല, ത്യജിക്കാനാണ്. ലഭിക്കാനായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അഭിഷേകം കൊടുക്കാൻ ഒരാൾ കാത്തിരിക്കുകയാണ്. ഒരാളല്ല, ആയിരക്കണക്കിന് ആത്മാക്കൾ കാത്തിരിക്കുകയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കും. ഇതിലൂടെ ഞങ്ങളുടെ വടശ്ശേരിക്കര പ്രദേശത്ത് നടന്ന ഒരു സംഭവം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ദുഷ്ടാത്മാവ് വന്നെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ബ്രദർമുക്കിനടുത്ത് ഒരു സഭയുണ്ടായിരുന്നു. ഇന്ന് ആ സഭയില്ല, എല്ലാം നശിച്ചു പോയി. ആ സഭയുണ്ടായിരുന്നു. അവിടെ ഒരു കർത്താവിൻ്റെ ദാസനുണ്ടായിരുന്നു. അവിടെ ഒരു സഹോദരി, ഒരുപാട് പ്രവചനങ്ങൾ പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഞാനൊരു പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു നമുക്ക് അവിടോട്ട് പോകാം എന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ അവിടെ വലിയ യോഗം നടക്കുകയാണ് എൻ്റെ പിതാവിൻ്റെ കൂടെ. ദൂരെ നിന്നെല്ലാ ആളുകൾ കാറുമായിട്ടെല്ലാം വന്നിട്ടുണ്ട്. പുള്ളിക്കാരത്തി പറയുന്ന പ്രവചനം റെക്കോർഡ് ചെയ്യാൻ ടേപ്പ് റെക്കോർഡറുമായിട്ട് അനേകർ വന്നിട്ടുണ്ട്.
ഒരു 1000-ഓളം അടുത്ത്, 1000 തികച്ചില്ല, കാരണം വലിയ ആൾക്കൂട്ടമാണ്. പുനലൂരിൽ നിന്നും ട്രിവാൻഡ്രത്തു നിന്നും ദൂരെ നിന്നെല്ലാം ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പം ആ സഹോദരി പറയുന്ന പ്രവചനം റെക്കോർഡ് ചെയ്യാനാണ് ആളുകൾ വന്നിരിക്കുന്നത്. കാരണം ഓരോരുത്തരെ കുറിച്ച് പ്രവചിക്കുകയാണ് ആ സഹോദരി. അപ്പം ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ യോഗം തുടങ്ങിക്കഴിഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണിത്. അപ്പോൾ ആ സഹോദരി, ഞാൻ ചെന്നപ്പോൾ പാസ്റ്ററുടെ അടുത്ത് എനിക്ക് ഇരിക്കാനൊരു സ്ഥലം തന്നുകൊണ്ടപ്പോൾ ആ സഹോദരി പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഏതോ കുഴപ്പമുണ്ട്. ഞാൻ ഉടനെ കൈ നിലത്ത് വെച്ചിട്ട് അശുദ്ധാത്മാവെ വെളിപ്പെടുക എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്ററുടെ എന്താ പാസ്റ്റർ പറയുന്നത്? ആ സഹോദരി പ്രവചിക്കാനായി എടുത്ത 2 കൈയും പൊക്കിക്കൊണ്ട് പാസ്റ്ററെ ഇടിക്കാനായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നിരിക്കുക. 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച സഹോദരി താഴെ വീണു. ഞാൻ പറഞ്ഞത് വെളിപ്പെടാൻ പറഞ്ഞ് സാരിയെല്ലാം വലിച്ച് കീറി അർത്ഥം നഗ്ന. ഞാൻ പറഞ്ഞു സഹോദരിമാരെടുത്തുകൊണ്ട് പോയി അകത്തെ റൂമിൽ കൊണ്ടുപോയി. അപ്പോഴാണ് പാസ്റ്റർ ഈ സഹോദരി പറയുന്ന പ്രവചനമെല്ലാം അതുപോലെ നടക്കും. കർത്താവിൻ്റെ ദാസനോട് പറയും, ഇന്നടത്തോട്ട് പോവുക, അവിടെ ഒരു നദിയുണ്ട്, ആ നദി കടന്നാൽ അവിടെ ഒരു മരമുണ്ട്, മരത്തിനടുത്തൊരു വീടുണ്ട്, അവിടെ രോഗിയായ ഒരാൾ കിടപ്പുണ്ട്, അയാൾ ഇന്ന നിറത്തിലുള്ള കമ്പിളിയാണ് ഉപയോഗിച്ചിരുന്നത്, പ്രാർത്ഥിച്ച ഉടനെ സൗഖ്യമാവും. അങ്ങനെ ഈ കർത്താവിൻ്റെ ദാസൻ പോകുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആർക്കും സംശയം ഉണ്ടായില്ല. അങ്ങനെ ആ പട്ടണത്തെ മുഴുവൻ, ആ പ്രദേശത്തുള്ള മറ്റു ദൂരെ നിന്നുള്ളൊരു വീസയുടെ കാര്യം പറയുന്നത് പോലെ വീസ കിട്ടും. അതുപോലെ എവിടെ പോകണം, അമേരിക്കൻ ഇന്റർവ്യൂവിന് എംബസി പോയാൽ ഇന്ന ദിവസം പോകും, ആ ദിവസം കിട്ടും. അതുപോലെ നടന്നുകൊണ്ടിരിക്കുക. ഒടുവിൽ രാത്രി 1:30 മണി ആയപ്പോൾ ഓരോരോ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ഒടുവിൽ വ്യഭിചാര കുറ്റവും ഏറ്റുപറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് പിന്നെ ആ സഹോദരിക്ക് വിടുതലുണ്ടായത്. ആ സഭ അതോടെ നശിച്ചു. ഇന്ന് ആ സഭ അവിടെ ഇല്ല. അപ്പോൾ ഈ ആത്മാവ് എന്ന് പറയുന്നത് വചനപ്രകാരം നാം ഓരോന്ന് നല്ലവണ്ണം പരിശോധിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വചനപ്രകാരം അതാണോ അല്ലയോ എന്ന് നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ. ഒരു സംഭവം കൂടെ, കാരണം ഈ കാലത്ത് ദൈവത്തിൻ്റെ ആത്മാവിനോട് നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ എഴുതി വെച്ച് പറയണമെന്ന് പരിശുദ്ധാത്മ ഇന്നലെ രാത്രിയിൽ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുറേയേറെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ മിലിറ്ററി എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടെ മിലിറ്ററിയിലായിരുന്നപ്പോൾ പൂനായിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഭവാനിപ്പേട്ടയിലായി CPM ഫെയ്ത്ത് ഹോമുണ്ട്. അവരുടെ കാത്തിരിപ്പ് യോഗം വളരെ അനുഗ്രഹിക്കപ്പെട്ട കാത്തിരിപ്പ് യോഗമാണ്. ഞാൻ അവിടെ കാത്തിരിപ്പ് യോഗത്തിന് ആദ്യമായിട്ട് പോവുകയാണ്. ഞാൻ അവിടെ സ്ഥലം അന്വേഷിച്ചപ്പോഴത്തേക്ക് 8:30 ആയിപ്പോയി. 8:30 ആയപ്പോഴത്തേക്ക് യോഗം തീർന്ന നിലയായി. അപ്പോൾ ഒരു സഹോദരി പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഞാൻ അദ്ദേഹത്തെ അവിടുത്തെ പാസ്റ്റർ ഇംഗ്ലീഷ് ചാക്കോച്ച് എന്ന കേൾവിയായിട്ട് ഒരു കർത്താവിൻ്റെ ദാസനാണ്, പ്രായമുള്ള. അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സഹോദരിയുമായിട്ട് ഞാൻ അല്പം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പാസ്റ്ററും സഹോദരിമാരും ഞാനും മാത്രം. ഉടനെ അദ്ദേഹം പറഞ്ഞു, നിന്റെ അകത്തുള്ളതെല്ലാം ഈ സഹോദരി പറയും, അതുകൊണ്ട് ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ ആട്ടെ എന്ന് പറഞ്ഞു. ഒടുവിൽ കത്രികയും കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടിരുന്നപ്പോൾ സഹോദരി അന്യഭാഷ പറഞ്ഞു എന്നോട് പ്രവചിക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടാത്മാവിൽ വെളിപ്പെടുക എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ ഇംഗ്ലീഷ് ചാക്കോച്ചൻ എന്തുവാ ഈ പറയുന്നതെന്ന് പറഞ്ഞ് എന്നോട് അങ്ങ് കയർത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വെളിപ്പെടും. ഞാൻ പറഞ്ഞു, ഇന്ന് ഭർത്താവിനെ അടിച്ചേച്ചാണോ വന്നു വെച്ചു. പുള്ളിക്കാരത്തി ഒരു സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സാണ്. പുള്ളിക്കാരൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, അവിടുത്തെ ഗവൺമെൻറ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. എന്നാൽ പറഞ്ഞു, എന്താ നീ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഭർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, ഇന്ന് 4 മണിക്ക് ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പം 5 മണിക്ക് വന്നപ്പോൾ എന്നെ അടിച്ചതിൻ്റെ പാട് സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ കാണാമെന്ന് പറഞ്ഞു. അന്ന് ഭർത്താവിനെ അടിച്ചേച്ച് വന്നാണ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, പ്രവചനം പറയുന്നത്. ഉടനെ ഞാൻ പറഞ്ഞു, ദുഷ്ടാത്മാവ് വെളിപ്പെടാൻ പറഞ്ഞു. ഉടനെ അത് ചാക്കോച്ചൻ പാസ്റ്ററുടെ മുണ്ടിന് കയറി പിടിച്ചു. പിന്നെ അവിടെ 6-7 സഹോദരിമാരുണ്ടായിരുന്നു, അവരെല്ലാം ഓടി അപ്പുറത്ത് പോയി. ഒടുവിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വന്നു. ഒടുവിൽ ദുഷ്ടാത്മാവ് വെളിപ്പെട്ടു. 7 വർഷമായി CPM സഭയെ നടത്തിക്കൊണ്ടിരുന്ന ആ ആത്മാവായിരുന്നു.
1-2 വർഷമല്ല, 7 വർഷം. ആ ഇംഗ്ലീഷ് ചാക്കോച്ചൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു നല്ല കർത്താവിൻ്റെ ദാസനായിരുന്നു. ശനിയാഴ്ച രാത്രിയാണ് അദ്ദേഹം. പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ച യോഗം പോലും നടത്താതെ എന്നോട് പറഞ്ഞു, ഞാൻ മദ്രാസിന് പോകുകയാണ്. 7 വർഷം ഈ സഭയെ നടത്തിയ ആത്മാവിനെ തിരിച്ചറിയാൻ എനിക്ക് കഴിയാഞ്ഞതുകൊണ്ട് ഞാനിനി ശുശ്രൂഷിക്കണം. മദ്രാസ് പുള്ളിക്കാരൻ പെട്ടിയെടുത്തുകൊണ്ട് പോയി പൂന സ്റ്റേഷനിലിരുന്നു. അന്ന് അന്നത്തെ യോഗം നടത്തി അവിടുത്തെ പുള്ളിക്കാരൻ അസിസ്റ്റൻ്റായ ജോൺസൺ എന്ന് പറഞ്ഞ കൊട്ടാരക്കാരനായ ഒരു കർത്താവിൻ്റെ ദാസനായിരുന്നു. ഇംഗ്ലീഷ് ചാക്കോച്ചി. അദ്ദേഹം മരിച്ചുപോയി. അത് നല്ല കർത്താവിൻ്റെ ദാസന് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം അന്നത്തെ ഞായറാഴ്ച യോഗം പോലും നടത്താതെ എവിടെ പോയി? റെയിൽവേ സ്റ്റേഷനിൽ പോയി. എനിക്ക് റിസർവേഷൻ, ഞാൻ ഇനി ഈ ഫെയ്ത്ത് ഹോമിലിരിക്കുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 7 വർഷം അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി, പ്രവചനങ്ങളും പറഞ്ഞ് നടത്തി. ഇത് മറ്റുള്ളവരുടെ ഇന്ന് കേട്ടതല്ല, ഞാൻ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾ ശുശ്രൂഷ ഏറ്റെടുക്കരുത്. അത് ഏറ്റെടുത്താൽ വലിയ അപകടമായിരിക്കും. ഇനി ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ഒരു സഹോദരിയുടെ കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന കർത്താവ് ചെയ്യുന്ന ഒരു ടീമിൽ രേണു എന്ന് ഇന്നും ആ സഹോദരിയുണ്ട്. ഹിന്ദുവിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നതാണ്. ആ സഹോദരി ഹിന്ദുക്കളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ആ സഹോദരി 2 കിഡ്നിയും ആ സഹോദരിയുടെ മോശമായി പോയി. ഹോസ്പിറ്റലിൽ തള്ളിക്കളഞ്ഞു. 3 വർഷം അവർ ഹോസ്പിറ്റലിൽ ശുശ്രൂഷിച്ച് നോക്കി, മെഡിക്കൽ കോളേജിൽ. ഒടുവിൽ പുള്ളിക്കകത്ത് ഓപ്പറേഷൻ ചെയ്ത് കിഡ്നി മാറ്റത്തക്കവണ്ണമുള്ള ആരോഗ്യവുമില്ല, ആരും കിഡ്നി കൊടുക്കാനുമില്ല. അപ്പോൾ അവർ പറഞ്ഞു മരിക്കും. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് കൊണ്ടുവന്നു. പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി 2-3 അല്പം ആശ്വാസം. എന്നാൽ 28ാമത്തെ ദിവസം ഞങ്ങളുടെ അവിടെ ഹിന്ദുക്കളാണ്. 28ാമത്തെ ദിവസം ഞങ്ങളുടെ പ്രാർത്ഥനാ ഭവനിൽ തന്നെ കിടന്നുകൊണ്ട്, വാടക വീട്ടിൽ കിടന്നുകൊണ്ട് ആ സഹോദരി മരിച്ചു. അവിടെ അമ്മയും മറ്റവരെല്ലാവരും ഉണ്ട്. പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും എൻ്റെ ഹൃദയത്തിലൊരു പ്രേരണയുണ്ടായി, കർത്താവ് ഈ സഹോദരിക്ക് ജീവൻ കൊടുക്കും. അപ്പോൾ ഞങ്ങളുടെ സഹോദരന്മാർ അവരപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഹിന്ദുക്കളുടെ രീതിയിൽ അടക്കാനായിട്ട് തുണിയെല്ലാം ഇട്ടിട്ട് അവർ ഓരോരുത്തർ അവരുടെ ഹിന്ദുക്കളെല്ലാം വിളിക്കാനായിട്ടെല്ലാം പോയി അവിടെ എല്ലാം ഓരോ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ടീമിലുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ആ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുക, അതിൻ്റെ അടുക്കൽ അവർ ചെയ്തോട്ടെ. ഞാൻ എൻ്റെ അടുക്കൽ ലുധിയാനയിൽ നിന്ന് വന്ന പാസ്റ്റർ എറിക് എന്ന് പറഞ്ഞൊരു കർത്താവിൻ്റെ ദാസനുമായിട്ട് എനിക്ക് അല്പം സംസാരിക്കണമായിരുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ സഹോദരി എഴുന്നേറ്റിരുന്നു. എന്നെ പപ്പ എന്നാണ് വിളിക്കുക. പപ്പ എന്ന് വിളിച്ചു. അപ്പം ചെന്നപ്പോൾ പൂർണ്ണ ആരോഗ്യം. പിന്നെ അതേ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ 2 കിഡ്നിയും പൂർണ്ണമായി സൗഖ്യമായി, പൂർണ്ണ ആരോഗ്യം. അപ്പോൾ ആ സഹോദരി കർത്താവിനെ സാക്ഷിക്കാനായിട്ട് ഇങ്ങനെ പലയിടത്തും പോയി. ഇങ്ങനെ ഞാനപ്പോൾ പുള്ളിക്കാരി 40 മിനിറ്റ് പോയപ്പോൾ അവിടെ സിംഹാസനത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഈ ന്യായവിധിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇങ്ങനെ ഇരുന്ന് യുവതിയായി സഹോദരി ഗുരുദാസ്പൂർ എന്ന സഭയിൽ ചെന്ന് സാക്ഷി പറഞ്ഞൊരു ചെറിയൊരു നിഗളമയതുമായി പുള്ളിക്കാട്ടി വലിയൊരു കൃപാവരം അങ്ങ് ലഭിച്ചു. കൃപാവരം ലഭിച്ചാൽ എന്താണ്? ആരെ തൊട്ടാലും സൗഖ്യമാവും. കഠിനരായ 12 പേര് സ്നാനപ്പെടാൻ ഒരുങ്ങി. അവിടുത്തെ പാസ്റ്റർ സ്നാനപ്പെടുത്തുകയും ചെയ്തു. പല രോഗികളും സൗഖ്യമായി. അപ്പോൾ എനിക്ക് പാസ്റ്റർ ടെലിഫോൺ ചെയ്യാൻ കണ്ടോ, രേണു സഹോദരിയെ കർത്താവ് എത്ര അത്ഭുതകരമായിട്ട് ഉപയോഗിക്കുന്നു. കർത്താവ് കൊണ്ട് വലിയ ഞങ്ങളുടെ ഈ പ്രദേശത്തിൽ 12 പേര് സ്നാനപ്പെട്ടു, പിന്നെ നല്ലതാണ്. അപ്പോൾ എൻ്റെ അടുക്കലും വന്നു. അത് കഴിഞ്ഞ് ജമ്മുവിൽ മടങ്ങി വന്നപ്പോൾ ഒരു നല്ലൊരു കർത്താവിന് വേണ്ടി എന്തോ ചെയ്തതുള്ള രീതിയിൽ മടങ്ങി വന്നു. ഞാൻ നോക്കിയപ്പം മറ്റേ യേശു പുറകെ നിൽക്കുക. ഞാൻ പറഞ്ഞു, സഹോദരി നിന്റെ പുറകിൽ ഒരാൾ നിൽക്കുന്നത് ഞാൻ കാണുന്നല്ലോ, അതാരാണെന്ന് ചോദിച്ചു. പെട്ടെന്ന് അങ്ങ് ഞെടുങ്ങി, ശാസ്യപ്പം നിലത്ത് വീണു. ആരായിരുന്നു? മറ്റേ യേശു. മറ്റേ യേശുവായിരുന്നു. ഒരാഴ്ച പ്രാർത്ഥനയുടെ ശേഷമാണ് ആ മറ്റേ യേശുവിൽ നിന്ന് ആ സഹോദരിക്ക് വിടുതലുണ്ടായത്. ഇന്നും ആ സഹോദരി ഞങ്ങളുടെ ടീമിൽ തന്നെയുണ്ട്, ഇന്നുമുണ്ട്. ഞാൻ പറഞ്ഞത്, കർത്താവിന് വേണ്ടി കർത്താവളെ ഉയർപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ ഒരു ചെറിയ നിഗളമായി. ഞാൻ ഏതോ ചെയ്യാമെന്ന് കഴിവുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചപ്പോഴത്തേക്ക് മറ്റേ ആത്മാവ് വന്ന് എന്ത് ചെയ്തു?
കൈവശമാക്കി കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ആകയാൽ ഞാൻ നിങ്ങളോട് വളരെ ഭയത്തോടും വിറയലോടും കൂടെ പറയട്ടെ, ഈ ആത്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ പൂർണ്ണമായി വചനപ്രകാരം തങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് കർത്താവേ എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട എന്നുള്ള നിലയിൽ പോകാമെങ്കിൽ കർത്താവിൻ്റെ സമയത്ത് കർത്താവ് നമ്മളെ ഉപയോഗിക്കും. അല്ല എങ്കിൽ അപകടമാണ്. ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് ശക്തമായി പറഞ്ഞു, ബെനിഹിന് ലെറ്റർ എഴുതി ചോദിക്കാൻ പറഞ്ഞു. കാരണം ബെനിഹിൻ്റെ പുസ്തകം ഞാൻ വായിച്ചു. അദ്ദേഹം ടെലിവിഷൻ, അവരെല്ലാം അമേരിക്കയിലെല്ലാം വലിയ ഫാനാണ്. അമേരിക്കയിൽ ബെനിഹിൻ വലിയ രോഗശാന്തി നടത്തുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 പുസ്തകം, ഒന്ന് ഹോളി സ്പിരിറ്റ്, പിന്നെ രണ്ടാമത്തെ പുസ്തകം ദ ബ്ലഡ്. ഈ 2 പുസ്തകം ഞാൻ അമേരിക്കയിൽ നിന്നാണ് വായിച്ചത്. അപ്പോൾ ഹോളി സ്പിരിറ്റ് എന്നുള്ള എഴുതിയിട്ടുണ്ട്, യേശുക്രിസ്തുവിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ പാപം ചെയ്യുമായിരുന്നു. യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് നടത്തിയതുകൊണ്ട് യേശുക്രിസ്തു പാപം ചെയ്തില്ല. അതൊന്നും എഴുതിയിരുന്നു. രണ്ടാമത് എഴുതിയിരുന്നത്, അദ്ദേഹം കത്തോലിക്ക നൺസ്മാരുടെ അവിടെ പോയിരുന്നു പ്രാർത്ഥിച്ച് അവിടുത്തെ ഒരു വലിയൊരു തിരുവത്താഴ ശുശ്രൂഷയിൽ പുള്ളിക്കാരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ മദർ പുള്ളിക്കാരൻ്റെ വായിൽ ഈ തിരുവത്താഴത്തിൻ്റെ അപ്പം വെച്ചപ്പോൾ ഒരു വലിയൊരു അഭിഷേകം തൻ്റെ മേൽ കടന്നു വന്നു. അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന, അന്ന് മുതൽ ഞാൻ ഫ്ലോട്ട് ചെയ്യുന്ന അനുഭവമാണ്. അത്രയും സന്തോഷം എനിക്ക് ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൈ തൊട്ടപ്പോൾ നല്ലപോലെ സ്പർശനം. ആ പുസ്തകം ഇപ്പോഴും ഞങ്ങളുടെ കൂടെ, നിങ്ങൾ എവിടെ നിന്ന് വായിച്ചാലും അത് കാണും. അതുണ്ട്. അപ്പം അത് കണ്ടു. മൂന്നാമത് അദ്ദേഹം കാതറിൻ കുൾമാൻ്റെ കല്ലറയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് വലിയ അഭിഷേകം ലഭിക്കാറുണ്ടായി. അത് അടുത്ത് തന്നെ പുള്ളിക്കാരൻ മറ്റൊരു ഗ്രൂപ്പുമായി അവിടെ പോയി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നതായ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയ പേജ് നമ്പർ സഹിതം ഞാൻ അദ്ദേഹത്തിന് ഒരു ലെറ്റർ എഴുതി. അമേരിക്കയിൽ വെച്ച് തന്നെ ലെറ്റർ എഴുതി. ഞാൻ അവിടെ ഉള്ളതായ കർത്താവിൻ്റെ പറഞ്ഞു, ഈ റിലീസ് ചെയ്താൽ നിന്നെ ഇവിടുന്ന് പോകാൻ ആരും അനുവദിക്കുകയില്ല, കൊന്നുകളയും എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ പിന്നെ പുറകിൽ ഇത്രയും പേരുണ്ട്. ഞാൻ പറഞ്ഞു എന്തായാലും സാരമില്ല. ഞാൻ അദ്ദേഹത്തിന് ലെറ്റർ അയച്ചു. ആ ലെറ്റർ അമേരിക്കൻ ന്യൂസ് മീഡിയയിൽ റിലീസ് ചെയ്തു. കഴിഞ്ഞപ്പോൾ വലിയ ബഹളമായി. അന്ന് ഞാൻ അമേരിക്കയിലുണ്ട്, ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരാൻ. അന്നേരം എൻ്റെ ഇമെയിലും കൊടുത്തിരുന്നു. എത്രയോ പേരുടെ കത്തുകളാണ് വരുന്നത്, ഇന്നത് പറഞ്ഞ്. അങ്ങനെ ഒരു വലിയ ബഹളം ഉണ്ടാക്കാൻ ഇടയാക്കി. ഞങ്ങളുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ ഇപ്പോഴും നിങ്ങൾക്ക് ഞാൻ ബെന്നിഹീൻ എഴുതിയ ലെറ്ററിൻ്റെ കോപ്പി ഇപ്പോഴും കാണാം. ഞാൻ ബെന്നിഹീനെ കുറ്റം പറയുകയല്ല, എന്നാൽ ബെന്നിഹീനിലുള്ളതായ അഭിഷേകം പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണെന്ന് എനിക്ക് വിശ്വാസമില്ല. നിങ്ങളെല്ലാവരും വിശ്വസിച്ചാലും ബെന്നിഹീനിലുള്ളതായ അഭിഷേകം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ ആ സഹോദരൻ എഴുതിയുണ്ട്, സഹോദര, നിന്റെ വ്യക്തിപരമായ കുറ്റങ്ങളൊന്നും ഞാൻ നിന്നോട് ചോദിക്കുകയില്ല. എന്നാൽ ഇത് വചനവിരുദ്ധമായതിനാൽ ഇതിന് മറുപടി പറയാൻ തുടങ്ങി. ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നോടുകൂടെ പ്രാർത്ഥിപ്പാൻ ഒരുക്കമാണ്. എന്നാൽ ഇന്ന് വരെയും മറുപടി അദ്ദേഹം തന്നിട്ടില്ല. ഞാൻ പറയുന്നത്, ബെനിഹിനായാലും എം ശാമുവേലായാലും ആരായാലും ഈ വചനത്തിനനുസരണം മാത്രം പോയേ മതിയാകുകയുള്ളൂ. എനിക്ക് ബെനിഹിനോട് യാതൊരു വൈരാഗ്യവുമില്ല. രോഗശാന്തി നടക്കുന്നതല്ല നമ്മൾക്ക് നോക്കുന്നത്, ചട്ടപ്രകാരം പോരാടണം. ചട്ടപ്രകാരം. നിങ്ങൾ ചിലരെല്ലാം എനിക്ക് വലിയ വൈരാഗ്യങ്ങളായി, നിങ്ങൾ അസൂയ. എനിക്ക് അദ്ദേഹത്തോട് ഒരു അസൂയയുമില്ല. അദ്ദേഹം ഞാൻ ഇന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, ഒരു രൂപാന്തരം വന്നു കഴിഞ്ഞാൽ ഞാൻ കൂടിയാൽ 10-50 പേര് കൂടും. അദ്ദേഹം പോകുന്നിടത്ത് എത്ര ലക്ഷക്കോടിക്കണക്കിന് മില്യൺസ് കൂടുന്നുണ്ട്. അവർക്കെല്ലാം ഒരു രൂപാന്തരം ഉണ്ടാകാൻ ഇടയാകുമല്ലോ. എന്നാൽ ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ,
ഞാൻ അമേരിക്കയിലുള്ള നമ്മുടെ ചില സഹോദരന്മാരിൽ കൂടെ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിപ്പിച്ചു. ബോംബെയിൽ വന്നപ്പോൾ അദ്ദേഹം വലിയൊരു യോഗം നടത്തി. അതിൽ ഏകദേശം 12,000 ശിവസേന വാളണ്ടിയേഴ്സും ഹെൽപ്പ് ചെയ്തു അവരെ, പോലീസ് കൂടാതെ. ഇത്ര വലിയ നോർത്തപ്പെടും. യേശു ക്രിസ്തു മാത്രം ദൈവമെന്ന് എന്തുകൊണ്ടാണ് ഒരു പ്രാവശ്യം പോലും പറയാഞ്ഞത് എന്ന് അമേരിക്കയിൽ ചില ചോദ്യക്കാരെ കൊണ്ട് അദ്ദേഹത്തോട് ചോദിപ്പിച്ചു, ടെലിവിഷനിൽ ചോദിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, അത് പറയാൻ എനിക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞു. പരസ്യമായി പറഞ്ഞതാണ്. ഇന്ത്യയിൽ വന്നിട്ട് മറ്റുള്ള ദൈവങ്ങളെല്ലാം ഉള്ളപ്പോൾ സൗഖ്യം നടത്തിയപ്പോൾ യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയുന്നതുകൊണ്ട് കാര്യം നടക്കുകയില്ല. യേശു ക്രിസ്തു മാത്രം ദൈവം. ഇന്ന് ഇന്ത്യക്ക് വേണ്ടിയത് 33 കോടി ദൈവന്മാരുടെ കൂടെ യേശുവിനെയും കൂടെ ഒന്നുകൂടെ കൂട്ടാനല്ല വേണ്ടിയത്. ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു. ഇത് പറയാൻ കഴിയില്ലെങ്കിൽ ആ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവല്ല, ദൈവത്തിൽ നിന്നുള്ള ആത്മാവല്ല. ഞാൻ കാരണം അദ്ദേഹത്തോട് ഇത് ചോദിച്ചറിയേണ്ടത് ആവശ്യമാണ്. അദ്ദേഹം റിപ്ലൈയും പബ്ലിക്കായിട്ട് കൊടുത്തു. ടെലിവിഷനിൽ കൂടെ ചോദിച്ചു, ടെലിവിഷനിൽ അദ്ദേഹത്തിൻ്റെ മറുപടി കൊടുത്തു. എനിക്കത് പറയാനുള്ള അനുവാദം ഇല്ല. യേശു ക്രിസ്തു മാത്രം. അവിടെ മിനിസ്റ്റേഴ്സും മറ്റവരെല്ലാം ഇരിക്കുമ്പോഴും പറയേണ്ടത് എന്താണ്? ഒരു കർത്താവ് മാത്രം. ഞാൻ ജയിലിലായിരുന്നപ്പോൾ, തിരുവല്ലായിൽ ജയിലിലായിരുന്നപ്പോൾ, ജയിലിലിട്ടപ്പോൾ എന്നോട് കുറച്ച് പെന്തക്കോസ് പാസ്റ്റർമാരും മറ്റുള്ളവരും പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലോർഡ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്, യേശു ക്രിസ്തു പ്രഭുവാണ്, യേശു ക്രിസ്തു, അതിന് മലയാളത്തിൽ എന്താ പറയുന്നത്, യേശു ക്രിസ്തു കർത്താവാണ് എന്ന് പറഞ്ഞാൽ പോരായോ? ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി ഓൺലി ലോർഡ് എന്ന് പറയേണ്ട നിർബന്ധം എന്തുവാ? അങ്ങനെ അങ്ങ് എഴുതി കൊടുക്കരുതോ എന്ന് 10-18 കർത്താവിൻ്റെ സീനിയർ ലീഡേഴ്സ് പറഞ്ഞു. എന്തിനാണ് ഈ ജയിലിൽ കിടക്കുന്നത്, എന്തിനാണ് ഈ അടിയൊക്കെ മേടിച്ചത്? ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ രക്തം കൊടുക്കേണ്ടി വന്നാലും യേശു ക്രിസ്തു മാത്രം ദൈവം, യേശു ക്രിസ്തു മാത്രം ദൈവം, യേശു ക്രിസ്തു മാത്രം ദൈവം. ഞാൻ പറഞ്ഞ വാക്ക് പിൻവലിക്കുകയില്ലെന്ന് പറഞ്ഞു. അവർക്ക് വിഷമമുണ്ടായി. അവർക്ക് വിഷമമുണ്ടായി, അവർ പോയി. ഞാനാണ് ജയിലിൽ കിടന്ന് കഷ്ടം അനുഭവിച്ചത്. എന്നാൽ ഇന്നും എനിക്കതിൽ സന്തോഷമുണ്ട്. എത്ര പ്രാവശ്യം ഉപദ്രവം സഹിച്ചു, എന്നാലും പറയേണ്ടത് എന്താണ് പറയേണ്ടത്? യേശു ക്രിസ്തു മാത്രം ദൈവം, യേശു ക്രിസ്തു മാത്രം ദൈവം. ഇന്ന് ഇന്ത്യക്ക് വേണ്ടിയത് അതാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഞാൻ ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കേണ്ട. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തരുന്നു, നമ്മളൊന്ന് പ്രാർത്ഥിക്കണം അതിനുവേണ്ടി. ഞാൻ വേറെ പലതും പഠിപ്പിക്കാനുണ്ട്, അത് പിന്നെ പഠിപ്പിക്കാം. നമ്മൾ ആഹാരം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഡൽഹിയിൽ കരോൾ ബാഗ് എന്ന് പറഞ്ഞ പട്ടണത്തിൽ, വലിയ പട്ടണം, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഡൽഹിയിലുള്ളതൊക്കെ അറിയാം. കരോൾ ബാഗ് എന്ന് പറഞ്ഞ വലിയ സ്ഥലമാണ്. അവിടെ മാർക്കറ്റിൻ്റെ ഇടയ്ക്ക് ഒരു വലിയൊരു ഗ്രൗണ്ടുണ്ട്, പൊളിറ്റിക്കൽ മീറ്റിങ്ങിന് വേണ്ടി ഒരു ഗ്രൗണ്ടുണ്ട്. അവിടെ വേൾഡ് ടുമാറോ എന്നുള്ള, നാളത്തെ ലോകം എന്നുള്ള സബ്ജക്റ്റ് വെച്ചിട്ടൊരു യോഗം നടത്തുവാനായി കുറച്ച് ആളുകൾ മുൻപോട്ട് വന്നു. എന്നെ അതിൻ്റെ വചന സൂക്ഷിപ്പാനായി വിളിച്ചു. 5 ദിവസത്തെ യോഗമാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിലും അവിടെ എല്ലാം അനൗൺസ് ചെയ്തുകൊണ്ട് വലിയ ആൾക്കൂട്ടമുണ്ടായി. വലിയ ഓപ്പൺ പാർക്കാണ്. ഞാൻ അവിടെ പ്രവചനങ്ങൾ അടിസ്ഥാനമാക്കി യേശു ക്രിസ്തു മാത്രം ദൈവം എന്നുള്ളത് പറഞ്ഞ് പ്രവചനങ്ങളുണ്ട്, എന്താണ് ഇനി നടക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 3-ാമത്തെ ദിവസം ഏകദേശം 300-ലധികം RSSകാർ ഈ കാക്കി നിക്കറുമെല്ലാം എടുത്തുകൊണ്ട് വന്ന് സാമുവൽ ഗോ ബാക്ക്, സാമുവൽ ഗോ ബാക്ക് എന്ന് ബിസിലെല്ലാം അടിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ തുടങ്ങി. അത് ഒരു ഗ്രൗണ്ടിൻ്റെ മറ്റൊരു ഭാഗത്ത് അന്ന് പ്രസംഗം നടന്നു. 4-ാമത്തെ ദിവസം അവർ അത് ചെയ്തു. ഒടുവിലത്തെ ദിവസം അവർ 500 പേരിൽ കൂടുതലുണ്ട്. അവർ മാർച്ച് ചെയ്ത്, അപ്പോൾ ആളുകളെല്ലാം, എൻ്റെ ഭാര്യയുമുണ്ട്, എല്ലാവരും ഉണ്ട്, മാർച്ച് ചെയ്ത്. ഞാൻ സ്റ്റേജിൽ, അപ്പോൾ ഫീബ സിംഗേഴ്സ് ആയിരുന്നു, ഫീബ റേഡിയോ സിംഗേഴ്സ് ആയിരുന്നു ഞങ്ങൾക്ക് കൊയറായിട്ട് പാടിക്കൊണ്ടിരുന്നു. അവർ ഇലക്ട്രിസിറ്റി ഞാൻ കട്ട് ചെയ്തിട്ട് സ്റ്റേജിൽ കയറി അക്കോർഡിയനും മറ്റുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എല്ലാം അവരെടുത്തു. മൈക്ക് സിസ്റ്റം എല്ലാം പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ തർജ്ജമ ചെയ്തിരുന്ന പുള്ളിക്കാരന്, ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കായിരുന്നു, അദ്ദേഹം തർജ്ജമ ചെയ്യുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്, അപ്പോൾ ഞങ്ങളുടെ 4 വശത്തും ആളുകൾ കൂടി, അവരുടെ എല്ലാം ഈ മഞ്ഞക്കൊടി ഇരുമ്പ് കൊള്ള കമ്പിയിൽ ഇട്ടിരിക്കുകയാണ്. അത് തിരിച്ചു പിടിച്ച് എന്നെ അടിക്കാനായുള്ള പ്ലാനിൽ അവർ വന്നിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇത് തന്നെ ആയിരിക്കും എൻ്റെ ഒടുവിലത്തെ പ്രസംഗം. ഞാൻ അപ്പോൾ ഇംഗ്ലീഷിൽ പറയാതെ ഇങ്ങനെ കയ്യിൽ ഇതിനെ വെച്ചുകൊണ്ട് ഹിന്ദിയിൽ പ്രസംഗിക്കാൻ തുടങ്ങി.
15 മിനിറ്റ് യേശുക്രിസ്തു മാത്രം ദൈവം. ആ കർത്താവായ യേശുക്രിസ്തുവിനെ അവൻ ന്യായവിധിയായി വരുന്നു. അവനല്ല രക്ഷിപ്പായിപ്പാൻ വേറൊരു നാമവുമില്ല. ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. അവൻ സകല ദേവന്മാരുടെയും ദൈവമാണ്. ഇതെല്ലാം തുറന്നു പറഞ്ഞു. ഈ യേശുവിനെ അപ്പം ചുറ്റുപാട് നിൽക്കുന്ന ആരാണ്? മുഴുവനും RSകാർ വടിയും ഇതും പിടിച്ച് നിൽക്കുകയാണ്. ഈ യേശുവിനെ ആവശ്യമുള്ള മുട്ടുകുത്താൻ പറഞ്ഞു. ഞാൻ സ്റ്റേജിൽ നിൽക്കുകയാണ്. സ്റ്റേജ് പറഞ്ഞ ഒരു 4 അടി 5 അടി വരെയുണ്ട്. അവിടെ ചുറ്റുപാടും പുള്ളി അവിടെ മുട്ടുകുത്താൻ 72 RSSകാർ അവിടെ മുട്ടുകുത്തി. എന്നെ അടിക്കാൻ വന്ന 72 RSSകാർ അവിടെ മുട്ടുകുത്തി. അത് ഒടുവിലത്തെ യോഗമായിരുന്നു. ഞാൻ പിന്നെ അവിടുത്തെ കൺവീനേഴ്സിനോട് പറഞ്ഞു, നിങ്ങളൊരു ഫോളോ അപ്പ് മീറ്റിംഗ് വയ്ക്കാൻ പറഞ്ഞു. അവർ അനൗൺസ് ചെയ്തു. അതിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട്. ഹോട്ടലിൻ്റെ താഴത്തെ ഒരു ഹാളുണ്ട്. അതിൽ കൂടാൻ 79 പേരവിടെ കൂടി. 72 പകരം 79. അവർ 2 പേര് ഇന്ന് കർത്താവിൻ്റെ വേലക്കാരാണ്. പ്രിയമുള്ളവരെ, ഇന്ത്യക്ക് വേണ്ടത് ഈ സുവിശേഷമാണ്. ഇന്ത്യക്ക് വേണ്ടത് രോഗശാന്തി അല്ല. രോഗശാന്തി നടത്താൻ എത്ര ദൈവങ്ങളാണുള്ളത്. യോഗയിൽ കൂടെ പണ്ഡിത് രാംദേവ് എത്ര രോഗികളാണ് സൗഖ്യമാക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ ടെലിവിഷനിൽ നിങ്ങൾ നോക്കുക. ഡയബറ്റിക്, ബ്ലഡ് പ്രഷർ, ക്യാൻസർ. അന്നേരം തന്നെ ഡോക്ടർമാരുടെ സെല്ലും അവിടെ ഉണ്ട്. അവർ ചെക്ക് ചെയ്ത് അനൗൺസ് ചെയ്യുകയാണ്. നിങ്ങൾ നോക്കി, എത്ര നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കും ടെലിവിഷനിൽ. എത്ര ആയിരങ്ങളാണ് സൗഖ്യമാകുന്നത്. ഇന്ത്യക്ക് വേണ്ടി സൗഖ്യമാക്കുന്ന അല്ല, യഥാർത്ഥ യേശു. യഥാർത്ഥ യേശു, മറ്റൊരു യേശുവിനെ അല്ല. ഇന്ത്യക്ക് വേണ്ടത് എന്താണ്? യഥാർത്ഥമായ യേശു. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആഴമായിട്ട് അടുത്ത ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന, പ്രിയമുള്ളവരെ, എനിക്ക് ബെൻഹീനോടോ അല്ലെങ്കിൽ ഇവിടെയുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ അവിടെ വന്നിട്ട് ഇവിടത്തേക്ക് മടങ്ങിപ്പോയ കൊട്ടാരക്കരക്കാരനായ ആ കർത്താവിൻ്റെ ദാസനോടോ എനിക്കൊരു വൈരാഗ്യവുമില്ല. എന്നാൽ നാം കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ, ഞാൻ അയോഗ്യനാണ്, എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. നീ എന്നെ ഏൽപ്പിച്ച സുവിശേഷം എനിക്ക് വല്ലതും കിട്ടാൻ വേണ്ടിയല്ല, എൻ്റെ രക്തം കൂടെ ഞാൻ അർപ്പിക്കുവാൻ ഒരുങ്ങുന്നു എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോയാൽ ഒരു ദുഷ്ടാത്മാവ് നിങ്ങളെ തൊടുകയില്ല. എന്ത് കിട്ടും എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ പത്രോസിനെ പോലെയും ഒടുവിൽ ഇസ്കരിയോത്ത് യൂദായെ പോലെയും ഈ ക്രിസ്തീയ മാർഗത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അനേക വീരന്മാരെ സാത്താൻ കെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അനേകർക്ക് മാനം കൊടുത്ത് കെട്ടിക്കഴിഞ്ഞു, അനേകർക്ക് സമ്പത്ത് കൊടുത്ത് കെട്ടിക്കഴിഞ്ഞു. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ, വീണു തകർന്നീ പോർക്കളത്തിൽ. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ, വീണു തകർന്നീ പോർക്കളത്തിൽ. കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം, വീരഭൂമാൻകളിൽ വീണവരിൽ. കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം, വീരഭൂമാൻകളിൽ വീണവരിൽ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനേ സമുദ്രത്തിൻ നടുവിൽ, നിങ്ങളിലേക്ക് പിൻവരുവാ. ഇറങ്ങി ഞാൻ പ്രിയനേ സമുദ്രത്തിൻ നടുവിൽ, നിങ്ങളിലേക്ക് പിൻവരുവാ.